നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യാത്ര തീരും മുൻപേ പ്രഖ്യാപനം വരും. കോൺഗ്രസിന് ഇരുട്ടടിയായി UPA കാലത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ധവളപത്രം പുറത്തിറക്കും. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ BJPയുടെ നീക്കം കോൺഗ്രസിനെ വെട്ടിലാക്കും. രാഹുൽ ഗാന്ധിയുടെ യാത്ര തീരും മുൻപ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ സാധ്യത. രാഹുൽ ഗാന്ധിയുടെ യാത്ര തീരും മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ സാധ്യതയേറെയാണ്. അതിനിടെ കോൺഗ്രസിനെ വെട്ടിലാക്കി BJPയുടെ ശക്തമായ തീരുമാനം. UPA കാലത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ധവളപത്രം പുറത്തിറക്കും. ഈ ആഴ്ച അവസാനം പുറത്തിറക്കുമെന്നാണ് സൂചന. ഇതിനായാണ് പാർലമെന്റ് സമ്മേളനം ഒരു ദിവസം കൂടി നീട്ടിയതെന്നാണ് വിവരം. UPA ഭരണകാലത്ത് സാമ്പത്തിക രംഗത്ത് സ്വീകരിച്ച നടപടികളും അതുണ്ടാക്കിയ പ്രത്യാഘാതങ്ങളും വിശദമായി പ്രതിപാദിക്കുന്നതായിരിക്കും ധവളപത്രം. നേരത്തെ ബജറ്റിൽ ഇക്കാര്യം ധനമന്ത്രി സൂചിപ്പിച്ചിരുന്നു. ഇതിനിടെ പൊതുപ്രവേശന പരീക്ഷകളിലെ ചോദ്യപേപ്പർ ചോർത്തുന്ന സംഘങ്ങളെ നേരിടാനുള്ള ബിൽ ലോക്സഭ പാസാക്കി. ശബ്ദ വോട്ടോടെയാണ് ബിൽ പാസായത്. ആരും എതിർത്തില്ല. UPSC, SSC, NEET, JEE, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് തുടങ്ങിയ പരീക്ഷകളിൽ ക്രമക്കേട് കാട്ടുന്ന സംഘങ്ങൾക്ക് 10 വർഷം വരെ തടവും 1 കോടി രൂപ പിഴയും കിട്ടാനുള്ള വ്യവസ്ഥയാണ് ബില്ലിലുള്ളത്. കഴിഞ്ഞ 5 വർഷത്തിൽ 41 റിക്രൂട്ട്മെന്റ് പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോർന്നിരുന്നു. കോൺഗ്രസിനെതിരെ പരിഹാസവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസ് ദീർഘകാലം പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷത്തെ പലരെയും ഇനി സന്ദർശക ഗ്യാലറിയിൽ കാണാമെന്നും അദ്ദേഹം പരിഹസിച്ചു. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയവെയാണ് അദ്ദേഹത്തിന്റെ പരിഹാസം. പ്രതിപക്ഷത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ധൈര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. സീറ്റുകൾ മാറുന്നതിനായി പലരും ശ്രമിക്കുന്നു. പല നേതാക്കളും ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതിന് പകരം രാജ്യസഭ അംഗമാക്കാൻ ശ്രമിക്കുന്നു. കോൺഗ്രസ് എന്ന കണക്ക് പൂട്ടുവീണിരിക്കുകയാണ്. കോൺഗ്രസ് ഒരു കുടുംബത്തിന്റെ കാര്യം മാത്രമാണ് ചിന്തിച്ചത്. കുടുംബാധിപത്യം കോൺഗ്രസിനെ നശിപ്പിച്ചു. ക്രിയാത്മക പ്രതിപക്ഷമാകുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. പ്രതിപക്ഷത്ത് ദീർഘകാലം തുടരാനുള്ള തീരുമാനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. പതിറ്റാണ്ടുകൾ ഞങ്ങൾ അധികാരത്തിലിരിക്കുന്ന അതേ രീതിയിൽ നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ചു. ഇക്കാര്യത്തിൽ നിങ്ങളുടെ ആഗ്രഹം ജനങ്ങൾ സാക്ഷാത്കരിക്കുമെന്നും മോദി പറഞ്ഞു. 10 വർഷത്തെ ഭരണാനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. 2014 ഇന്ത്യ 11ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിരുന്നു. ഇന്ന് രാജ്യം 5ാം സ്ഥാനത്താണ്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് നിശബ്ദരാണ്. 3ാം തവണ അധികാരത്തിലേറുന്നതോടുകൂടി ഇന്ത്യ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കുമെന്നും തനിക്ക് ആത്മവിശ്വാസമുണ്ടെന്നും മോദി കൂട്ടിച്ചേർത്തു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ ഇന്ത്യ മുന്നണി കേന്ദ്രഭരണം നേടിയാൽ രാജ്യത്താകമാനം ജാതി സെൻസസ് നടപ്പാക്കുമെന്നും പരമാവധി സംവരണം 50% എന്ന പരിധി എടുത്തു കളയുമെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഭാഗമായി റാഞ്ചിയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാർ പണക്കാർക്ക് വേണ്ടി നിലകൊള്ളുകയാണെന്നും രാഹുൽ വിമർശിച്ചു.